ഇംഗ്ലീഷുകാർ ഹിക്കപ്സ് എന്ന് വിളിക്കുന്ന എക്കിൾ അല്ലെങ്കിൽ എക്കിട്ടം വരാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ എന്താണ് ഇതിന് കാരണം? നമുക്ക് നോക്കാം. അതിനു മുന്നേ ശരീരത്തിന്റെ ശ്വസനം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ശരീരത്തിലെ ഡയഫ്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ മാംസപേശിയുടെ സങ്കോചത്തിന്റെയും വികാസത്തിന്റെയും ഫലമായിട്ടാണ് ശ്വസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മുടെ ശ്വാസകോശത്തെയും ഉദരത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പായി ഇവ പ്രവർത്തിക്കുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ ഫലമായി ഡയഫ്രം സങ്കോചിക്കുമ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും അന്തരീക്ഷവായു അകത്തേക്ക് പ്രവേശിക്കുകയും ഡയഫ്രം വികസിക്കുമ്പോൾ ഇതേ മാർഗത്തിലൂടെ ശരീരത്തിലെ വായു പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡയഫ്രത്തിന്റെ ഈ താളം നഷ്ടപ്പെടുകയും അവ വളരെ വേഗം സങ്കോചിക്കുന്നതിന്റെ ഫലമായി അകത്തേക്ക് പ്രവേശിക്കുന്ന വായു ശരീരത്തിന്റെ വോക്കൽ ബോക്സിൽ തട്ടി എക് എന്ന ശബ്ദത്തോടുകൂടി എക്കിൾ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് എക്കിൾ കൂടുതലായും ഉണ്ടാകുന്നതെന്ന് നോക്കാം. വളരെ വേഗത്തിൽ അമിതമായി ഭക്ഷണം കഴിക്കുക, ആകാംക്ഷയും ആശങ്കയും ഉണ്ടാകുന്ന അവസ്ഥകൾ, അമിതമായി മദ്യമോ കാർബൺ പാനീയങ്ങളോ കഴിക്കുന്ന വേളകൾ, താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം, ചുയിങ്കവും മറ്റും കഴിക്കുമ്പോൾ അധികമായി വായു അകത്തേക്ക് എടുക്കുന്നത്, എരിവുള്ള പദാർത്ഥങ്ങൾ അധികം കഴിക്കുന്നത്, ഡയഫ്രത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡികളെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇവയൊക്കെയാണ് പ്രധാനമായും എക്കിളിന് കാരണം. ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിക്ക് മുതൽ പ്രായമായവരിൽ വരെ എക്കിൾ കണ്ടുവരുന്നു. എക്കിളിന്റെ ആയുസ് വളരെ കുറവാണ്. എന്നാൽ അധിക നേരം എക്കിൾ നിലനിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. മൃഗങ്ങൾക്ക് എക്കിൾ വരുമോ? ഒരു സംശയവും വേണ്ട. മനുഷ്യന്റേതിനോട് സാമ്യമുള്ള ശ്വസന പ്രക്രിയയുള്ള എല്ലാ ജീവികളിലും എക്കിൾ കണ്ടുവരുന്നു. പട്ടികൾക്കും പൂച്ചകൾക്കും മറ്റും എക്കിളിനോടൊപ്പം അധികം ശബ്ദം പുറത്തേക്ക് വരില്ലെങ്കിലും കുതിരയ്ക്ക് എക്കിൾ വന്നാൽ ഇച്ചിരി പാടാണ് കേട്ടോ. എക്കിൾ വരാത്തവരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഇനി എന്തൊക്കെയാണ് എക്കിളിന് പ്രതിവിധികൾ? എക്കിളിനെതിരെ എല്ലാവർക്കും അവരുടേതായ പൊടിക്കൈ വിദ്യകൾ കൈവശമുണ്ടായിരിക്കും. പെട്ടെന്ന് വെള്ളം കുടിക്കുക, നാരങ്ങ കടിക്കുക, നാക്ക് പുറത്തേക്കിടുക, ശ്വസനം സാവധാനമാക്കുക, പഞ്ചസാര കഴിക്കുക, ആരെങ്കിലും കൊണ്ട് പേടിപ്പിക്കുക എന്നിവയാണ് സാധാരണയായി കണ്ടുവരുന്നത്. എക്കിളിന് പ്രതിവിധിയായി മറ്റെന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ.